കേരളത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ വാർത്തയായിരുന്നു പാലക്കാട് ജില്ലയിലെ നെമ്മാറ ബോയൻ കോളനിയിൽ നടന്ന ഇരട്ട കൊലപാതകം. കൊലപാതകത്തിന് ശേഷം പ്രതി ചന്താമര കാടുകയറി പോവുകയും 2 ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത്. ഇപ്പോഴിതാ പ്രതി ചന്താമരയുടെ ഭാര്യയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് എന്നാണ് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നെമ്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായിട്ടുള്ള ചന്താമരയുടെ ഭാര്യയുടെ മൊഴി ഇപ്രകാരമാണ്: തന്നെ നിരന്തരമായിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരന്റെ ഭാര്യ ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നത്. സഹി കെട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ഉണ്ടായത്. ഞാനിപ്പോൾ എവിടെയാണ് എന്ന് താമസിക്കുന്നത് പോലും പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് അറിയുകയില്ല. അറിഞ്ഞാൽ തന്നെ അത് എൻ്റെ ജീവന് തന്നെ ആപത്ത് തന്നെയാണ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതുമാത്രമല്ല, ചെന്താമരയുടെ ഭാര്യ എന്ന് പോലും അറിയപ്പെടാൻ താല്പര്യമില്ല. ആ ഒരു ലേബൽ എൻ്റെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അയൽവാസികളോട് പോലും വളരെയധികം മോശമായിട്ടാണ് ചെന്താമര പെരുമാറിയത്. ഞാനുള്ളപ്പോൾ സമയം തന്നെ ചുറ്റുപാടുമുള്ള അയൽവാസികൾ അയാൾക്ക് വളരെയധികം ഭയപ്പാടുണ്ടാക്കിയിരുന്നു. ചെന്താമരയുടെ ഭാര്യയുടെ മൊഴി ഇപ്രകാരമാണെങ്കിലും ചെന്താമര വിശ്വസിച്ചിരുന്നത് താനും തൻ്റെ കുടുംബവും അടങ്ങുന്ന ആ ഒരു ജീവിതത്തെ ഇല്ലാതാക്കിയത് തൊട്ടടുത്ത അയൽവാസികളായ ഇവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇല്ലാതാക്കിയതും. അതിൽ ഇപ്പോഴും അദ്ദേഹത്തിന് പകയുണ്ട്. തൊട്ടടുത്ത അയൽവാസികളായ പുഷ്പയെ പോലും വകവരുത്താൻ അദ്ദേഹം അന്ന് നോക്കിയിരുന്നു, ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് തെളിവെടുപ്പിനായി അദ്ദേഹത്തെ ആ നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ, ബോയൻ കോളനിയിൽ കൊണ്ടുവന്നപ്പോൾ പുഷ്പയെ നോക്കിക്കൊണ്ട് പല്ലിറുക്കി എന്നൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു ആംഗ്യവും എല്ലാം അന്ന് വീടിലധികം വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അത്രയ്ക്കും നിരാധവനായിട്ടുള്ള ഒരു കൊലയാളിയാണ്. പക മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ചെന്താമരയ്ക്ക് മുമ്പും ഉണ്ടായിരുന്നു. ഒരു കൊല നടത്തിയതിനു ശേഷം ജയിലിൽ പോയി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് വീണ്ടും ഈ കൊലപാതകം നടത്തിയത്. എന്തായാലും ഇവിടുത്തെ നിയമങ്ങൾ മാറാതെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ആരിൽ നിന്നും പോവുകയില്ല.